ഹരേ കൃഷ്ണ. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണ പ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനാമിനെ നമാചാര്യപദായ നിതായ കൃപപദായ വോയിസ് ക്ലിയർ ആവുന്നില്ല. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ക്ഷേത്രത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഒരു പാട്ടിട്ടിരിക്കുകയാണ്. ഉറക്ക സംശയം നോക്കും. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ. ചൈതന്യ ചരിതാമൃതം പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതം ആദിലീല 2-ാം ഭാഗം 11-ാമത്തെ അധ്യായം 22-ാമത് ശ്ലോകം മുതലാണ് ആരംഭം. അപ്പൊ അധ്യായത്തിന്റെ പേര് നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്തരണങ്ങൾ. അപ്പൊ കഴിഞ്ഞ നമ്മള് തൊട്ടു മുമ്പുള്ള അധ്യായം ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകളെ കുറിച്ചാണ് പഠിച്ചത്. ഇപ്പോ നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്തരണങ്ങളാണ്. അപ്പൊ അതിലും ആ ശാഖകളെ കുറിച്ച് പറയുന്നു. 21-ാമത്തെ ശ്ലോകം നിത്യാനന്ദേര ഗണയ യഥാ സഭാ പ്രജാ സഖാം ശൃംഗവേത്ര ഗോപാവേശ ശിരേശികി ഭാഖാം. നിത്യാനന്ദ പ്രഭുവിന്റെ എല്ലാ പാർഷദന്മാരും മുമ്പ് വ്രജഭൂമിയിലെ ഗോപന്മാരായിരുന്നു. അവരുടെ പ്രതീകാത്മകമായ അടയാളങ്ങൾ അവർ വഹിച്ചിരുന്ന കൊമ്പുകളും വടികളും ഗോപന്മാരുടെ വസ്ത്രങ്ങളും അവരുടെ ശിരസിലെ മയിൽപ്പീലികളും ആയിരുന്നു. നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായിയുടെ ഗണത്തിൽ ജാനവും മാതാവും ഉണ്ട്. അവർ വൃന്ദാവനത്തിലെ അനങ്കമഞ്ചേരിയായിരുന്നു. ഗൗരംഗ ഗണേശ ദീപിക 66 വിവരിക്കുന്നു. ജാനവ മാതാവിന്റെ അനുയായികളായിരുന്ന എല്ലാ ഭക്തന്മാരും നിത്യാനന്ദ പ്രഭുവിന്റെ ഭക്തന്മാരുടെ പട്ടികയിൽ എണ്ണപ്പെടുന്നു. 22-ാമത്തെ ശ്ലോകം രഘുനാഥ വൈദ്യ ഉപാധ്യായ മഹാശയ യാൻഹാര ദർശനേ കൃഷ്ണപ്രേമ ഭക്തി ഹയ. ഉപാധ്യായ എന്ന് കൂടി അറിയപ്പെടുന്ന മഹാഭക്തനായിരുന്നു രഘുനാഥ വൈദ്യ. ദർശനത്തിന് ഒരുവനിൽ സുഷുപ്തമായ കൃഷ്ണപ്രേമം ഉണരുമായി. 3 സുന്ദരാനന്ദ നിത്യാനന്ദേര ശാഖത്യമർമ്മ യാൻരാസംഗേ നിത്യാനന്ദ കരേ പ്രചാനർമ്മ. നിത്യാനന്ദ പ്രഭുവിന്റെ മറ്റൊരു ശാഖയായ സുന്ദരാനന്ദൻ അവിടെ ഒറ്റ സേവകനായിരുന്നു. നിത്യാനന്ദ പ്രഭു അദ്ദേഹത്തിന്റെ സംഘത്തിൽ വ്രജധാമം അനുഷ്ഠിച്ചു. ഇവിടെ പറഞ്ഞു വരുന്നത് നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖയില് വരുന്ന ഭക്തന്മാരുടെ പേരുകളാണ്. അപ്പൊ ഇവിടെ ചൈതന്യ വൃക്ഷത്തിന്റെ ശാഖകൾ കഴിഞ്ഞു. നിത്യാനന്ദ പ്രഭുവിന്റെ ശാഖകളെ കുറിച്ച് പറയുമ്പോ നിത്യാനന്ദ പ്രഭു ചൈതന്യ വൃക്ഷത്തിന്റെ ഒരു കനത്ത ശാഖയാണെന്ന് പറയുന്നത്. വണ്ണം കൂടിയ. അപ്പൊ ഈ ശാഖയ്ക്കും ഉപശാഖകളുണ്ട്. പക്ഷെ ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത് ഏകദേശം 75ഓളം ശാഖയിലുള്ള ബസിന്റെ കാര്യമാണ്. ചൈതന്യ മഹാപ്രഭുവിനെ പറയുമ്പോ ഏകദേശം 89-90 വ്യക്തികളെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് 89-90 പറയുന്നത് ജഗായൻ മതായിയാണ്. ഇവിടെ പിന്നീട് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നത് അനേകം ശാഖകളും ഉപശാഖകളുണ്ട്, എണ്ണാൻ കഴിയാത്ത രീതിയിൽ. പക്ഷെ അതില് ചുരുക്കം ചില വ്യക്തികളുടെ പേരുകൾ മാത്രമാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്.
ബസീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്നെ അനുഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നു. സുന്ദരാനന്ദൻ ഭഗവത് പ്രേമത്തിന്റെ ഒരു സാരോജ്ഞാനന്ദപ്രഭുവിന്റെ മുഖ്യ പാർശ്വമായി ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡം 5-ാം അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അദ്ദേഹം കൃഷ്ണലീലയിൽ സുദാമ ആയിരുന്നു എന്ന് ഗൗര ഗണേശ ദീപികയിൽ പറഞ്ഞിരിക്കുന്നു. അപ്രകാരം ബലരാമൻ നിത്യാനന്ദപ്രഭുവായി വന്നപ്പോൾ അവരുടെ വന്ന 12 ഗോപന്മാരിൽ ഒരുവനാണ് അദ്ദേഹം. പൂർവ്വ റെയിൽവേയുടെ ബർമാൻ പാതയിലെ മജദിയ റെയിൽവേ സ്റ്റേഷനിൽ 14 മൈലോളം കിഴക്കുള്ള മഹേശ്വരം ഗ്രാമത്തിലാണ് സുന്ദരാനന്ദൻ വസിച്ചിരുന്ന വിശുദ്ധ സ്ഥലം. ജസോർ ജില്ലയിലാണ് ഈ സ്ഥലം, ഇപ്പോൾ ബംഗ്ലാദേശിൽ. ഈ ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങളിൽ സുന്ദരാനന്ദന്റെ പഴയ ഭവനം മാത്രം ഇന്നും നിലനിൽക്കുന്നു. ഗ്രാമസീമയിൽ ഒരു ബൗലൻ, അതായത് വ്യാജ വൈഷ്ണവൻ വസിക്കുന്നു. മറ്റെല്ലാ കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും വീടുകളും പുതിയതായി നിർമ്മിക്കപ്പെട്ടതായി കാണപ്പെടുന്നു. മഹേശ്വരപുരത്ത് രാധാവല്ലഭന്റെയും ശ്രീ രാധാരമണന്റെയും വിഗ്രഹങ്ങളുണ്ട്. ക്ഷേത്രത്തിനടുത്ത് വേത്രാവതി എന്ന പേരുള്ള ചെറിയ നദിയുമുണ്ട്. അപ്പൊ ഇവിടെ ഓരോ വ്യക്തികളെയും എടുത്തു പറയുമ്പോൾ അവര് താമസിച്ച സ്ഥലം, അത് എവിടെയാണ്, എത്ര ദൂരമുണ്ട്, പ്രധാന സ്ഥലത്ത് നിന്ന് ദൂരം, എല്ലാം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലാണ്. അപ്പൊ ഈ മഹത് വ്യക്തികളെല്ലാം, ചൈതന്യ മഹാപ്രഭുവിന്റെ പാർശ്വന്മാരെല്ലാം, അല്ലെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന്റെ പാർശ്വന്മാരെല്ലാം ചില വ്യക്തികള് ബംഗ്ലാദേശിൽ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇന്നും ആ ഭവനം അവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്നു. സുന്ദരാനന്ദ പ്രഭു ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരല്ലാതെ നേരിട്ടുള്ള പിൻഗാമികളില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പിൻഗാമികൾ ബിർഭൂം ജില്ലയിലെ മംഗളഹിയിൽ വസിക്കുന്നുണ്ട്. അതേ ഗ്രാമത്തിൽ തന്നെ ഒരു ബലരാമ ക്ഷേത്രവുമുണ്ട്. അപ്പൊ അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് പറയുന്നു. അപ്പൊ ഇന്നത്തെ ബംഗ്ലാദേശാണ്. അപ്പൊ ഇന്നിപ്പോ ആ ക്ഷേത്രം ഉണ്ടോ ഇല്ലെന്നുള്ള അറിയില്ല. ക്ഷേത്രത്തിലെ മൂർത്തിക്ക് നിത്യാനന്ദ ആരാധനയും ഉണ്ട്. മഹേശപുരത്തെ മൂലവിഗ്രഹമായ രാധാവല്ലഭൻ ബർഹാംപൂരിലെ സായിബാബ് ഗോസായിമാരാൽ ഏറ്റെടുക്കപ്പെട്ടിരിക്കുന്നു. പുതിയ വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടതിന് ശേഷം മഹേശപുരത്തെ ഒരു ജന്മി കുടുംബം അവയുടെ ആരാധനയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്നു. മാഘമാസത്തിൽ, അതായത് ജനുവരി ഫെബ്രുവരി പൗർണമി നാളിൽ സുന്ദരാനന്ദന്റെ അന്തർദാന വാർഷികം പതിവായി ആചരിക്കപ്പെടുന്നു. ഈ ഉത്സവ ദിവസം ആചരിക്കാൻ സമീപ പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം ഒത്തുചേരും. ഇന്ന് കൂടുതലും അവിടെ മുസ്ലിംസ് ആണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ 24-ാമത്തെ ശ്ലോകം, കമലാരപ്പായി അലൗകിക പ്രേമ തന്ത്രാപുവനി വിദിത കമലാഹര പിപ്പലായി, അതായത് 3-ാമത്തെ ഗോപനാണെന്ന് പറയപ്പെടും. അദ്ദേഹത്തിന്റെ ലീലയും ഭഗവത് പ്രേമവും അലൗകികമായിരുന്നു. അപ്രകാരം അദ്ദേഹം ലോകമെമ്പാടും പ്രസിദ്ധനായി. പാവം ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നു. ഗൗര ഗണേശ ദീപികയിൽ 128 കമല പിപ്പായി 3-ാമത്തെ ഗോപാലനായി ധരിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം പൂർവ്വനാമം മഹാബലൻ. ശ്രീ രാമചന്ദ്രപുരത്തിലെ മഹേശ്വരത്ത് ജഗന്നാഥ് മൂർത്തിയെ പ്രതിഷ്ഠിച്ചത് കമലാകര പിപ്പലായി ആയിരുന്നു. ശ്രീ രാമപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 മൈലോളം ദൂരെയാണ് മഹേശ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഓരോ വ്യക്തികളെയും പറഞ്ഞിട്ട് അവരെവിടെ താമസിച്ചിരുന്നു എന്നെല്ലാം വളരെ വ്യക്തമായി പറയുന്നു. ശ്രീ രാമപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 മൈലോളം ദൂരെയാണ് മഹേശ്വര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കമലാകര പിപ്പലായുടെ കുടുംബ വംശാവലി പ്രകാരം നൽകിയിരിക്കുന്നു. കമലാകര പിപ്പലായിക്ക് ചതുർഭുജൻ എന്ന പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. ചതുർഭുജന് നാരായണൻ എന്നും
ജഗന്നാഥൻ അന്ന് 2 പുത്രന്മാരുണ്ടായി. നാരായണന് ജഗദാനന്ദൻ എന്ന പുത്രനും ജഗദാനന്ദന് രാജീവലോചൻ എന്ന പുത്രനും ഉണ്ടായി. രാജീവലോചനന്റെ കാലത്ത് ജഗന്നാഥ മൂർത്തിയുടെ ആരാധനയ്ക്ക് ധനക്ഷാമം ഉണ്ടായെന്നും ധാക്കയിലെ ഷാ സുജ എന്നു പേരുള്ള നവാബ് ബംഗാളി വർഷം 1060 അതായത് AD 1653 അതായത് 1885 വില അത് ഏറെക്കുറെ 365 ഏക്കർ ഭൂമി ദാനം നൽകിയെന്നും പറയപ്പെടുന്നു. ഈ ഭൂമി ജഗന്നാഥിന്റെ ഉടമസ്ഥതയിലായിരുന്നതിനാൽ ഗ്രാമത്തിന് ജഗന്നാഥപുരം എന്ന് പേര് വന്നു. ഇതെല്ലാം ധാക്കയിലെ കാര്യമാണ് പറയുന്നത്. കമലാകര പിപ്പലായി വീട് വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ നിധിപതി പിപ്പലായി കുറെ നാളത്തെ അന്വേഷണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മഹേശ ഗ്രാമത്തിൽ കണ്ടെത്തിയത്. നിധിപതി പിപ്പലായി ജ്യേഷ്ഠ സഹോദരനെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പരമാവധി ശ്രമിച്ചെങ്കിലും കമലാകര പിപ്പലായി തിരിച്ചുപോയില്ല. അതിനാൽ നിധിപതി പിപ്പലായി മുഴുവൻ കുടുംബങ്ങളെയും കൂട്ടി മഹേശ്വരത്ത് താമസിക്കാൻ വന്നു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും മഹേശം ഗ്രാമത്തിന്റെ അയൽപക്കങ്ങളിൽ വസിക്കുന്നുണ്ട്. അധികാരി എന്നാണ് അവരുടെ കുടുംബനാമം. അവർ ബ്രാഹ്മണരാണ്. അപ്പൊ ഇവരുടെ എല്ലാം പരമ്പര ഇന്നും ബംഗ്ലാദേശ് അല്ലെങ്കിൽ ധാക്കയില് ഉണ്ട് എന്നുള്ളതാണ്. മഹേശത്തെ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ചരിത്രം താഴെ പറയും. ധ്രുവാനന്ദൻ എന്നൊരു ഭക്തൻ ജഗന്നാഥിനെയും ബലദേവനെയും സുഭദ്രയെയും കാണാൻ ജഗന്നാഥ്പുരിയിലേക്ക് പോയി. സ്വന്തം കൈകൊണ്ട് പാചകം ചെയ്ത് ഭക്ഷണം ജഗന്നാഥന് സമർപ്പിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന്റെ അഭിലാഷം ഇതായിരുന്നതിനാൽ ഒരു രാത്രി ഭഗവാൻ ജഗന്നാഥൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് ഗംഗാതീരത്തുള്ള മഹേശ്വരത്ത് പോകാനും അവിടെ ഒരു ക്ഷേത്രത്തിൽ തന്റെ ആരാധന ആരംഭിക്കാനും ആവശ്യപ്പെട്ടു. അപ്രകാരം ധ്രുവേന്ദ്രൻ മഹേശ്വരത്ത് പോവുകയും അവിടെ ജഗന്നാഥൻ, ബലദേവൻ എന്നിവയുടെ വിഗ്രഹങ്ങൾ ഗംഗാ നദിയിൽ പൊങ്ങിക്കിടക്കുന്നതായി കാണിച്ചു. അദ്ദേഹം ആ 3 വിഗ്രഹങ്ങൾ എടുക്കുകയും ചെറിയൊരു കുടിൽ പ്രതിഷ്ഠിച്ച് സംതൃപ്തിയോടെ ആരാധന നിർവഹിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രായമായപ്പോൾ ഈ ആരാധന വിശ്വസനീയമായ ആരെയെങ്കിലും ചുമതലപ്പെടുത്താൻ ഉദ്യോഗം ഉണ്ടാവുകയും ആ രാത്രിയിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ജഗന്നാഥ് പ്രഭു അടുത്ത പ്രഭാതത്തിൽ കണ്ടുമുട്ടുന്ന ആൾക്ക് അതിന് അനുവാദം നൽകുകയും ചെയ്തു. ഇവിടെ ജഗന്നാഥിന്റെ അനുഗ്രഹം അല്ലെ കാരുണ്യം നോക്കുക. ഭക്തന്മാരെ നേരിട്ട് ഉപദേശം കൊടുക്കുകയാണ് സ്വപ്നത്തിലൂടെ. അപ്പൊ അത്രയ്ക്ക് കാരുണ്യമൂർത്തിയാണ് ശ്രീ ജഗന്നാഥ്, ബലദേവൻ, സുഭദ്ര. അടുത്ത പ്രഭാതത്തിൽ അദ്ദേഹം ബംഗാളിലെ സുന്ദരവന പ്രദേശത്തെ ഖാലിജുലി ഗ്രാമവാസിയായിരുന്ന കൃഷ്ണൻ ജഗന്നാഥന്റെ മഹാഭക്തനുമായ കമലാകര പിപ്പലായെ കണ്ടുമുട്ടി. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഉടനെ തന്നെ ആരാധനയ്ക്ക് ചുമതല അദ്ദേഹത്തിന് കൈമാറി. ഈ വിധത്തിൽ കമലാകര പിപ്പലായി ജഗന്നാഥ ഭഗവാനെ ഉപാസകനായി ഭവിച്ചു. അപ്പൊ അദ്ദേഹം കമലാകര പിപ്പലായെ കുറിച്ചാണ് ഈ ശ്ലോകം പറയുന്നത്. അദ്ദേഹം 3ാമത്തെ ഗോപാലനായിരുന്നു എന്ന് പറയപ്പെടുന്നു. അന്നു മുതൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് ഭഗവാനെ ആരാധിക്കാൻ ഭാരമേൽപ്പിക്കപ്പെട്ടവർ എന്നർത്ഥമുള്ള അധികാരി എന്ന പദവി ലഭിച്ചു. അപ്പൊ ബഹുമാന്യനായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടവരാണ് ഈ അധികാരികൾ. ഉന്നത വിഭാഗപ്പെട്ട 5ാം തരം ബ്രാഹ്മണർ എന്ന വംശത്താൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഇപ്പോഴും അവരുടെ ആ പര ഉണ്ട് ഉള്ളതാണ്. അപ്പൊ അന്ന് മൊത്തത്തില് ബംഗ്ലാദേശ് ഇല്ല, അപ്പൊ ബംഗാളിൽ നിന്നുള്ള പേരിൽ അറിയപ്പെട്ടു. 25 സൂര്യദാസ സരക്കേല താനഭായി വിശ്വാസ നിത്യാനന്ദ ദൃഢ വിശ്വാസ പ്രേമേര നിവാസ.
സൂര്യദാസ സരകേലനും അദ്ദേഹത്തിന്റെ സഹോദരൻ കൃഷ്ണദാസ സഹേരനും നിത്യാനന്ദ പ്രഭുവിന്റെ ദൃഢവിശ്വാസമുള്ളവരായിരുന്നു. അവർ ഭഗവത് പ്രേമത്തിന്റെ സംഭരണികളായിരുന്നു. നവദ്വീപിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയുള്ള സാലി ഗ്രാമം ആയിരുന്നു സൂര്യ സരകേലന്റെ വാസസ്ഥലം എന്ന് ഭക്തി രത്നാകരത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അന്നത്തെ മുസ്ലിം സർക്കാരിന്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. ആ വിധത്തിൽ അദ്ദേഹം ധനവാനായി. സൂര്യദാസന് പരിശുദ്ധ വൈഷ്ണവരായ 4 സഹോദരന്മാരുണ്ടായിരുന്നു. വസു സുധ ജാനവ ആയിരുന്നു സൂര്യദാസ് സഖേലന്റെ പുത്രിമാർ. ഇവരെയാണ് പിന്നീട് നിത്യാനന്ദ പ്രഭു വിവാഹം കഴിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ സന്തത സഹചാരിയായിരുന്നു. ഗൗരിദാസ പണ്ഡിതായാണ്ട പ്രേമോദണ്ഡ ഭക്തി കൃഷ്ണപ്രേമ ദിതേ നിതേ ധരേ മഹാശക്തി. ഭഗവത് ഭക്തിയുടെ അത്യുന്നത തലത്തിലെ പ്രതീകമായ ഗൗരിദാസ് പണ്ഡിതന് കൃഷ്ണപ്രേമം സ്വീകരിക്കാൻ നൽകാനുമുള്ള മഹാശക്തി ഉണ്ടായിരുന്നു. ഭാവാർത്ഥം ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതിയിരിക്കുന്നു. ഗൗരിദാസ് പണ്ഡിതൻ ഹരികോടന്റെ പുത്രനായിരുന്ന രാജകൃഷ്ണദാസനാൽ പിന്തുണയ്ക്കപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നു. മൂടാഗാച്ച റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെയുള്ള ശാലിഗ്രാമത്തിലാണ് ഗൗരിദാസൻ വസിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം അംബിക കാലനയിലേക്ക് വന്നു. കൃഷ്ണലീലയിൽ അദ്ദേഹം വൃന്ദാവനത്തിലെ കൃഷ്ണന്റെയും ബലരാമന്റെയും ഗോപാല സുഹൃത്തുക്കളിൽ ഒരുവനായ സുബലനായിരുന്നു. നിങ്ങൾ കേട്ടിരിക്കും സുബലൻ. ഗൗരംഗ ഗണേശ ദീപയിൽ പറയുന്നു. ഗൗരിദാസ പണ്ഡിതൻ സൂര്യദാസ സഖേലന്റെ ഇളയ സഹോദരൻ. അദ്ദേഹം തന്റെ ജ്യേഷ്ഠ സഹോദരന്റെ അനുവാദത്തോടെ ഗംഗാതീരത്തേക്ക് താമസം മാറ്റുകയും അവിടെ അംബികാ കാലന എന്നറിയപ്പെടുന്ന നഗരത്തിൽ വസിക്കുകയും ചെയ്തു. ഗൗരിദാസ് പണ്ഡിതന്റെ പിൻഗാമികളുടെ പേരുകൾ ചുവടെ ചേർക്കുന്നു. 22 പേര് പറയുന്നു. ശ്രീ നരസിംഹ ചൈതന്യം, കൃഷ്ണദാസൻ, വിഷ്ണുദാസൻ, ഗഡബലരാമദാസൻ, ഗോവിന്ദൻ, രഘുനാഥൻ, വെടുഗംഗാദാസൻ, ഔലിയ ഗംഗാരാമൻ, യാദവാചാര്യൻ, ഹൃദയ ചൈതന്യൻ, ചന്ദകാലധാരൻ, മഹേശ പണ്ഡിതൻ, മുകുടരായൻ, പാതുയ ഗംഗരാമൻ, ഒലിയ ചൈതന്യൻ, കാലിയ കൃഷ്ണദാസൻ, പാതുയ ഗോപാലൻ, ബെഡാ ജഗന്നാഥൻ, നിത്യാനന്ദൻ, ഭാവി ജഗദീശൻ, രായ കൃഷ്ണദാസൻ. 22 പേര് ഇവിടെ പറയുന്നത്. അന്നപൂർണ, ഗൗരിദാസ പണ്ഡിതന്റെ ഏറ്റവും മുതിർന്ന പുത്രൻ വലിയ ബലരാമനായും ഏറ്റവും ഇളയ പുത്രൻ രഘുനാഥനായും അറിയപ്പെട്ടു. രഘുനാഥന്റെ പുത്രന്മാർ മഹേശ പണ്ഡിതനും ഗോവിന്ദനുമായി. ഗൗരിദാസ് പണ്ഡിതന്റെ പുത്രി അന്നപൂർണ എന്നറിയപ്പെട്ടു. ശാന്തിപുരത്ത് ഗംഗാനദിയുടെ എതിർക്കരയിൽ പൂർവ്വ റെയിൽവേയുടെ കാലന കോട്ര റെയിൽവേ സ്റ്റേഷൻ 2 മൈൽ കിഴക്കായാണ് അംബികാ കാലന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അംബികാ കാലനയിൽ ബർദ്ധമാനിലെ ജമീന്ദാർ പണികഴിപ്പിച്ച ഒരു ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിന്ന് വലിയൊരു വാളൻ പുലിമരമുണ്ട്. ഗൗരിദാസ് പണ്ഡിതനും ചൈതന്യ മഹാപ്രഭു ഈ പുലിമരത്തിന്റെ ചുവട്ടിൽ കൂടിക്കാഴ്ച നടത്തിയുണ്ടത്രേ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അംബിക എന്നറിയപ്പെടുന്നു. പക്ഷെ അന്ന് കാലന പ്രദേശത്തിനായിരുന്നതിനാൽ ആ ഗ്രാമം അംബികാ കാലന എന്നറിയപ്പെടുന്നു. ചൈതന്യ മഹാപ്രഭു തന്റെ കൈപ്പടയാൽ എഴുതിയ ഭഗവത്ഗീതയുടെ ഒരു പ്രതി ഇപ്പോഴും ആ ക്ഷേത്രത്തിൽ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇവിടെ 27ാമത്തെ ശ്ലോകം. നിത്യാനന്ദേ സമർപ്പിത ജാതി കുലപതി ചൈതന്യ നിത്യാനന്ദേ കരി പ്രാണപതി. ശ്രീ ചൈതന്യനെയും നിത്യാനന്ദയും ജീവിത സമമാക്കിയ ഗൗരിദാസ് പണ്ഡിതൻ നിത്യാനന്ദ പ്രഭുവിന്റെ സേവനത്തിന് വേണ്ടി സർവവും ത്യജിച്ചു. സ്വകുടുംബത്തിലെ അംഗത്വം പോലും. നിത്യാനന്ദ പ്രഭുര പ്രിയ പണ്ഡിത പുരന്തര പ്രേമാർണവ മധ്യേ പിരേ
മന്ദര. നിത്യാനന്ദ പ്രഭുവിന്റെ 13ാമത്തെ പ്രധാന ഭക്തൻ പുരന്ദര പണ്ഡിതനായിരുന്നു. അദ്ദേഹം ഭഗവത് പ്രേമത്തിന്റെ സാഗരത്തിൽ മന്ദര പർവ്വത്തെ പോലെ ചലിച്ചു. പുരന്ദര പണ്ഡിതൻ നിത്യാനന്ദ പ്രഭുവിന്റെ കടാദഹയിലാണ് കണ്ടുമുട്ടിയത്. നിത്യാനന്ദ പ്രഭു ഗ്രാമം സന്ദർശിച്ചപ്പോൾ സാധാരണ നൃത്തമാടുകയും അവിടുത്തെ നൃത്തം പുരന്ദര പണ്ഡിതനെ വശീകരിക്കുകയും ചെയ്തു. നിത്യാനന്ദ നൃത്തം ചെയ്യുമ്പോൾ വിഷത്തിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്ന പുരന്ദരൻ നൃത്തം കണ്ടിട്ട് താഴേക്ക് ചാടുകയും ശ്രീരാമചന്ദ്രന്റെ ലീലകളിൽ ഹനുമാൻ സംഘത്തിലെ അംഗദനാണ് താനെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹനുമാനും ഇതുപോലെ ആയിരുന്നു. ആ വൃക്ഷത്തിൽ നിന്ന് എടുത്ത് ചാടിയ സീതാദേവിയെ കാണുന്നു. അപ്പൊ ഇന്നും നമ്മള് നിത്യാനന്ദ പ്രഭുവിന്റെ ജന്മസ്ഥലമാണ് ഏകചക്ര ഗ്രാമം. നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പൊ അവിടെ ഇപ്പോഴും നിത്യാനന്ദ പ്രഭു അനുയായികളും ചേർന്ന് നടത്തിയ നാടകത്തിന്റെ നാടകത്തിന്റെ ആ പോസ്റ്ററുകൾ ഇപ്പോഴും അവിടെ പതിപ്പിച്ചിട്ടുണ്ട്. പരമേശ്വരദാസ നിത്യാനന്ദേ കശരണ കൃഷ്ണഭക്തി ഭയാത്താന്തേ ജയകരേ സ്മരണ. കൃഷ്ണലീലയിലെ 5ാമത്തെ ഗോപൻ എന്ന് പറയപ്പെടുന്ന പരമേശ്വരദാസൻ നിത്യാനന്ദ പ്രഭുവിനെ സമ്പൂർണമായി ശരണം പ്രാപിച്ചു. പരമേശ്വരദാസൻ എന്ന അദ്ദേഹത്തിന്റെ നാമം സ്മരിക്കുന്ന ഏതൊരുവനും അനായാസം കൃഷ്ണപ്രേമം ലഭിക്കും. ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ അദ്ദേഹത്തിന്റെ ഭാഷത്തിൽ എഴുതിയിരിക്കുന്നു, ചിലപ്പോൾ പരമേശ്വരദാസൻ എന്ന് കൂടി അറിയുന്ന പരമേശ്വരദാസൻ നിത്യാനന്ദ പ്രഭുവിന്റെ ജീവനായിരുന്നു എന്ന് ചൈതന്യ ഭാഗവതം പ്രസാദിക്കും. നിത്യാനന്ദന്റെ ലീലകളുടെ വിലാസമായ പരമേശ്വരദാസന്റെ ദേഹം. കുറെ കാലം കടദഹ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന പരമേശ്വരദാസൻ എല്ലായ്പ്പോഴും ഒരു ഗോപാലകന്റെ കർഷോന്മാദത്തിലായിരുന്നു. മുമ്പ് അദ്ദേഹം കൃഷ്ണന്റെ ബലരാമൻ സുഹൃത്തുക്കളായ അർജുനായിരുന്നു. പണ്ട് ഗോപാലന്മാരിൽ 5ാമനായിരുന്നു അദ്ദേഹം. ശ്രീ ജാനവദേവി കേത്തരി ഉത്സവം ആഘോഷിക്കുമ്പോൾ അദ്ദേഹം അവരെ അനുഗമിച്ചു. ശ്രീ ജാനവ മാതാവിന്റെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹം ഹൂഗ്ലി ജില്ലയിലെ ആടാപുരത്തെ ക്ഷേത്രത്തിൽ രാധാ ഗോപിനാഥ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ആമഹതയ്ക്കും ഇടയിലുള്ള റെയിൽവേ ലൈനിലാണ് ആടപുരത്ത് മിത്ര കുടുംബക്കാർ നിർമ്മിച്ച മറ്റൊരു ക്ഷേത്രം രാധാ ഗോപി ക്ഷേത്രം എന്നറിയപ്പെടുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ ആകർഷമായ ഒരു സ്ഥലത്ത് 2 ഇലഞ്ചി വൃക്ഷങ്ങളും ഒരു കഥവൃക്ഷത്തിനും ഇടയിലാണ് പരശ്ശേരി ഠാക്കൂറിന്റെ സമാധി. അതുപോലെ കൂടിയ പൂജാപ്പുരമുണ്ട്. ആ കഥവൃക്ഷത്തിൽ വർഷത്തിൽ ഒരു പുഷ്പം മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മൂർത്തിക്കുള്ള പറയാം. ഇതെല്ലാം നമുക്ക് ആ സ്ഥലം ഐഡന്റിഫിക്കാൻ വളരെയധികം സഹായമായിരുന്നു. വിശദീകരണം: പരമേശ്വരി ഠാക്കൂർ ഒരു വൈദ്യ കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഒരു പിൻഗാമിയപ്പോൾ ക്ഷേത്രത്തിലെ ഉപാസകനാണ്. അവിടെ ചില കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഹുഗ്ലി ജില്ലയിലെ ചണ്ഡീതല പോസ്റ്റ് ഓഫീസിന് സമീപം ജീവിക്കുന്നുണ്ട്. പരമേശ്വരി ഠാക്കൂറിന്റെ പിൻഗാമികൾ അനേകം ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്ന് ശിഷ്യന്മാരെ സ്വീകരിച്ചിരുന്നു. പക്ഷെ ക്രമേണ ഈ പിൻഗാമികൾ വൈദ്യം തൊഴിലാക്കിയതിൽ ബ്രാഹ്മണ കുടുംബങ്ങളിൽ നിന്നുള്ളവർ ഇവരിൽ നിന്ന് ദീക്ഷ സ്വീകരിക്കുന്നത് അവസാനിപ്പിച്ചു. പരമേശ്വരിയുടെ പിൻഗാമികളുടെ നാമം അധികാരി എന്നും എന്നുമായിരുന്നു. ദൗർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ വിഗ്രഹത്തെ നേരിട്ട് ആരാധിച്ചില്ല. ആ വിഗ്രഹത്തെ ആരാധിക്കാൻ ബ്രാഹ്മണരെ പ്രതിഫലം നൽകി ഏർപ്പാടാക്കി. ക്ഷേത്ര സിംഹാസനത്തിൽ ബലരാമനും ശ്രീ രാധാ ഗോവിന്ദനും ഒരുമിച്ചാണ്. ബലരാമ വിഗ്രഹം പിന്നീട് പ്രതിഷ്ഠിതമായിരിക്കണം. എന്തെന്നാൽ ആത്മീയതനുസരിച്ച് ബലരാമനും കൃഷ്ണനും രാധയ്ക്കും ഒരേ സിംഹാസനത്തിൽ കഴിയാനാവില്ല. ഈ ക്ഷേത്രത്തിലെ വൈശാഖ മാസത്തെ ഏപ്രിൽ മെയ്
പൗർണമിയുടെ അന്തർദാന ഉത്സവം ആഘോഷിക്കപ്പെട്ടു. 30-ാമത്തെ ശ്ലോകം. ജഗദീശ പണ്ഡിതഹയ ജഗത് പാവന കൃഷ്ണപ്രേമാമൃതവർഷേ ജനശകന. നിത്യാനന്ദ പ്രഭുവിന്റെ അനുയായികളുടെയും 15-ാമത്തെ ശാഖയായ ജഗദീശ പണ്ഡിത് സമഗ്ര ലോകത്തിന്റെയും മകനായിരുന്നു. പോലെ ഭാവാർത്ഥം. ഭക്തിസാംസരിച്ച് ഠാക്കൂർ തന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു. ജഗദീശ പണ്ഡിതനെ കുറിച്ചുള്ള വിവരണം ചൈതന്യ ഭാഗവതം അഖണ്ഡം 6-ാം വേദത്തിൽ ചൈതന്യ ചരിതാമൃതം ആദിലീല 15-ാം അധ്യായത്തിൽ ലഭ്യമാണ്. നാദിയ ജില്ലയിലെ ചാകുദഹ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള യശഡ ഗ്രാമക്കാരനാണ്. ഭട്ട നാരായണന്റെ പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം കമലാക്ഷൻ എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവും മാതാവും മഹാവിഷ്ണു ഭക്തനായിരുന്നു. അവരുടെ മരണാനന്തരം ജഗദീശൻ പത്നി രുക്മിണിയോടും സഹോദരൻ മഹസനോടും ജന്മസ്ഥലം വിട്ട് ജഗന്നാഥ മിശ്രന്റെ മറ്റു വൈഷ്ണവരുടെയും സംഘത്തിൽ കഴിയുന്നതിന് മായാപൂരിൽ വന്നു. മഹാദേവ് ജഗദീശനോട് ഹരിക്കുന്നതിന് ജഗന്നാഥ്പുരിയിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. ജഗന്നാഥ്പുരിയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം ജഗന്നാഥ് ഭഗവാന്റെ ആജ്ഞപ്രകാരം യശഡ ഗ്രാമത്തിൽ ജഗന്നാഥിന്റെ വിഗ്രഹം സ്ഥാപിച്ചു. ജഗന്നാഥിന്റെ ഭാരമേറിയ വിഗ്രഹം ഒരു ദണ്ഡിൽ ബന്ധിച്ചാണ് യശഡ ഗ്രാമത്തിൽ കൊണ്ടുവന്നെന്ന് പറയപ്പെടുന്നു. ജഗന്നാഥ് വിഗ്രഹം വഹിക്കാൻ ജഗദീശൻ ഉപയോഗിച്ച ദണ്ഡ് ക്ഷേത്രത്തിലെ പുരോഹിതന്മാർ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നു. അപ്പൊ അന്ന് വലിയ ജഗന്നാഥ് വിഗ്രഹം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഒരു ദണ്ഡിൽ കെട്ടിയാണ് കൊന്നെന്ന് പറയപ്പെടുന്നു. അങ്ങനെ തോളിൽ വെച്ച് കൊണ്ടുവന്നിട്ടുള്ളു. അപ്പൊ കാരണം ജഗന്നാഥന് കൈയും കാലും ഇല്ലല്ലോ. അപ്പൊ ആ ദണ്ഡ് ക്ഷേത്രത്തിൽ പ്രദർശിക്കുന്നു. നിത്യാനന്ദ പ്രിയഭൃത്യ പണ്ഡിത ധനഞ്ജയ അത്യന്ത വിരക്ത സദാ കൃഷ്ണപ്രേമമയ. നിത്യാനന്ദ പ്രഭുവിന്റെ 6-ാമത്തെ പ്രിയഭൃത്യൻ ധനഞ്ജയ പണ്ഡിതനായിരുന്നു. അതീവ ഭക്തിയായിരുന്ന അദ്ദേഹം സദാ കൃഷ്ണപ്രേമത്തിൽ ലയിച്ചിരുന്നു. ശ്രീ ഭക്തിദാസ കപൂർ അദ്ദേഹത്തിന്റെ അനുഭാഷ്യത്തിൽ എഴുതുന്നു. പണ്ഡിത ധനഞ്ജയൻ കഡ്വായിലെ ശീതള ഗ്രാമവാസിയായിരുന്നു. അദ്ദേഹം 12 ഗോപന്മാരിൽ വസുധമൻ ആയിരുന്നുവെന്ന് ഗൗരവ യൂണിവേഴ്സിറ്റി പറയുന്നു. വർത്തമാന ജില്ലയിലെ മംഗലപൂടം പോലീസ് സ്റ്റേഷനും കൈകര പോസ്റ്റ് ഓഫീസ് സമീപമാണ് ശീതള ഗ്രാമം. വർത്തമാൻ മുതൽ കട്വ വരെ റെയിൽവേ പാതയിൽ കട്വയിൽ നിന്ന് 9 മൈൽ ദൂരെയായി കൈച്ചര എന്നൊരു റെയിൽവേ സ്റ്റേഷനുമുണ്ട്. ശീതളയിൽ എത്തിച്ചാൽ കട്വ നമുക്കറിയാം ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ച സ്ഥലം. ശീതളയിൽ എത്തിച്ചേരാൻ ഈ സ്റ്റേഷനിൽ നിന്ന് 1 മൈലോളം വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോകണം. മൺചുമരായിരുന്നു ക്ഷേത്രം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബാചാരവന കാബാശ് അഡ്ഡിക്കുകാരായിരുന്നു ജമീന്ദാറിലെ ആവശ്യത്തിലേക്കായി വലിയൊരു മന്ദിരം നിർമ്മിച്ചു നൽകുകയുണ്ടായി. പക്ഷെ കഴിഞ്ഞ 65 വർഷം ഈ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. പഴയ ക്ഷേത്രത്തിന്റെ അടിത്തറ ഇപ്പോഴും കാണാം. ക്ഷേത്രത്തിന് സമീപം ഒരു തുളസിത്തറയുമുണ്ട്. എല്ലാ വർഷവും കാർത്തിക മാസത്തിൽ, അതായത് ഒക്ടോബർ നവംബർ ദാമോദര മാസം ധനഞ്ജയന്റെ തിരോധാന ദിനം ഇവിടെ ആചരിക്കപ്പെടുന്നു. ധനഞ്ജയൻ ശ്രീ ചൈതന്യ നിർദ്ദേശം അനുസരിച്ച് കുറെ കാലം ഒരു സങ്കീർത്തന സംഘത്തിൽ ഉണ്ടായിരുന്നെന്നും പിന്നീട് വൃന്ദാവനത്തിലേക്ക് പോയെന്നും പറയപ്പെടുന്നു. വൃന്ദാവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അദ്ദേഹം കുറെ കാലം മേമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 6 മൈൽ തെക്കുള്ള പാങ്ചട എന്ന ഗ്രാമത്തിൽ. ഈ ഗ്രാമം ധനഞ്ജയന്റെ സ്ഥലം എന്നർത്ഥമുള്ള ധനഞ്ജയരപട എന്നും ചിലപ്പോൾ വിളിക്കപ്പെടാറുണ്ട്. കുറെ നാൾ കഴിഞ്ഞ് അദ്ദേഹം ആരാധനയുടെ ഉത്തരവാദിത്വം ഒരു ശിഷ്യനെ ഏൽപ്പിച്ച് വൃന്ദാവനത്തിലേക്ക് തിരിച്ചുപോയി. വൃന്ദാവനത്തിൽ നിന്നും ശീതള ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം ഗൗരസുന്ദരന്റെ വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ധനഞ്ജയ പണ്ഡിതന്റെ പിൻഗാമികൾ ഇപ്പോഴും ക്ഷേത്രത്തിന്റെ ആരാധനയുടെ കാര്യങ്ങൾ നടത്തി
ശീതള ഗ്രാമത്തിൽ വസിക്കുന്നു. ഇത് വളരെ ഡീറ്റെയിൽ അറിയില്ല. അപ്പൊ വീണ്ടും 30ാമത്തെ ശ്ലോകത്തില് മഹേശ്വര പണ്ഡിതാപർജേന ഉദാര ഗോപാല പന്തൽ ഗോപന്മാരിൽ 7ാമനായ മഹേശ്വര പണ്ഡിതൻ അത്യുദാരനായിരുന്നു. അദ്ദേഹം അളവറ്റ കൃഷ്ണപ്രേമത്തിൽ പരമ്പരയുടെ അകമ്പടിയോടെ ഉന്മത്തനെ പോലെ നൃത്തം ചെയ്തു. ഭക്തിയനുസരിച്ച് ഠാക്കൂർ അദ്ദേഹത്തിന്റെ അനുഭാഷത്തിൽ എഴുതുന്നു, മഹേശ്വര പണ്ഡിതന്റെ പാലാപ്പാട എന്നറിയപ്പെടുന്ന ഗ്രാമം നദിയിലെ ശാഖദഹ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 മൈലോളം ദൂരെ ഒരു വനത്തിലുള്ള സ്ഥിതി ചെയ്യുന്നു. ഗംഗാ നദിയെ സമീപം കൂടി പ്രവഹിക്കുന്ന മഹേശ്വര പണ്ഡിതൻ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നു. ഗംഗാ നദി സമീപത്തു കൂടി പ്രവഹിക്കുന്നു. മഹേശ പണ്ഡിതൻ മുമ്പ് ജിരാഡ് എന്ന സ്ഥലത്തുള്ള കിഴക്ക് ഭാഗത്തുള്ള മസിപുരം അല്ലെങ്കിൽ യശിപുരം ഗ്രാമത്തിലാണ് ജീവിച്ചതെന്ന് പറയപ്പെടുന്നു. മസിപുരം ഗംഗാതടത്തിൽ വിമുഖനായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ബോലെ ഡാക്ക, ബേരി ഗ്രാമം, സുഖസാഗരം, ചണ്ടുടെ, മനാഭേദ തുടങ്ങിയ നിരവധി ഗ്രാമങ്ങൾ മധ്യത്തിലുള്ള അവിടെ 14ഓളം ഗ്രാമങ്ങളുണ്ട്. മുഴുവൻ, അതായത് അയൽപ്രദേശവും പഞ്ചനഗര പരഗണ എന്നറിയപ്പെടുന്നു. നിത്യാനന്ദപൂരിന്റെ നിർദ്ദേശത്താൽ പാനിഘട്ടി നടത്തപ്പെട്ടിരുന്ന ഉത്സവത്തിൽ മഹേശ്വര പണ്ഡിതൻ പങ്കെടുത്തു എന്ന് പറയപ്പെടുന്നു. നരോത്തമദാസ് ഠാക്കൂറും ഈ ഉത്സവത്തിൽ പങ്കെടുത്തിരുന്നു. മഹേശ്വര പണ്ഡിതൻ ഇവിടെ വെച്ച് ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ കാണുകയുണ്ടായി. മഹേശ്വര പണ്ഡിതന്റെ ക്ഷേത്രത്തിൽ ഗൗര നിത്യാനന്ദന്റെയും ശ്രീ ഗോപിനാഥന്റെയും മദനമോഹന്റെയും രാധാ ഗോവിന്ദന്റെയും വിഗ്രഹം, അതുപോലെ ശലഗ്രാമത്തെയും ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ പ്രഭു, ഇന്നൊന്ന് 5:40 ആകുമ്പോ ഒന്ന് നിർത്താവോ പ്രഭു? ഒരു ക്ലാസ് ഞാനിവിടെ നിർത്തി. അതായത് 5:30 അപ്പൊ ഇവിടെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് കൂടുതലും അദ്ദേഹത്തിന്റെ അനുയായികളെ കുറിച്ചുള്ള വിശദീകരണമാണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ചൈതന്യ മഹാപ്രഭു മഹാവൃക്ഷത്തിന്റെ ഒരു കനത്ത ബ്രാഞ്ചാണ് നിത്യാനന്ദ പ്രഭു. കാരണം സങ്കീർത്തന പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്നതിൽ വളരെയധികം പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് നിത്യാനന്ദ പ്രഭു. കാരണം ഏകചക്ര ഗ്രാമത്തിലാണ് നിത്യാനന്ദ പ്രഭു ജന്മമെങ്കിലും പിന്നീട് നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിനെ ബംഗാളിൽ വെച്ച്, അതായത് നവദ്വീപിൽ വെച്ച് തന്നെ കാണുകയും പിന്നീട് സങ്കീർത്തന പ്രസ്ഥാനം, അതായത് പ്രചരിപ്പിക്കാൻ ചൈതന്യ മഹാപ്രഭു ഉപദേശം കൊടുക്കുകയും ചെയ്തു. അപ്പൊ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിനെ കാണുന്ന സമയത്ത് നിത്യാനന്ദ പ്രഭുവിന് 32 വയസ്സും ചൈതന്യ മഹാപ്രഭുവിന് 20 വയസ്സുമായിരുന്നു. അപ്പൊ അവര് വിരഹ ദുഃഖത്തിലായിരുന്നു. പക്ഷെ ഈ ആനന്ദം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നന്ദനാചാര്യയുടെ വസതിയിൽ ഒളിച്ചിരുന്നതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ പിന്നീട് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ കണ്ടുപിടിക്കാനായിട്ട് ഹരിദാസ് ഠാക്കൂറിനെയും ശ്രീവാസ് പണ്ഡിനെയും പറഞ്ഞയച്ചു. പക്ഷെ അവര് കാണാതെ തിരിച്ചു വരികയും ചെയ്തു. പക്ഷെ പിന്നീട് വിരഹവേദന താങ്ങാനാവാതെ ചൈതന്യ പ്രഭുവിന് നിത്യാനന്ദ പ്രഭുവിന്റെ സമക്ഷം പ്രത്യക്ഷപ്പെടുകയും അവര് ആനന്ദപൂർവമായ സമാഗമം ആസ്വദിക്കുകയും ചെയ്തതായിട്ട് പറയുന്നു. പക്ഷെ പിന്നീടാണ് നിത്യാനന്ദ പ്രഭു ഗൗഡദേശത്തിലൊട്ടാകെ സഞ്ചരിക്കുകയും, അതായത് ഒറീസ, ബംഗാൾ യുഗധർമ്മം പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതില് നിത്യാനന്ദ പ്രഭു ആഘോഷിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് പാനിഘട്ടി. അപ്പൊ നമ്മൾ ഏകചക്ര ഗ്രാമത്തിൽ പോകുമ്പോൾ ഈ സ്ഥലം കാണാം. പാനിഘട്ടി എന്ന് പറയുന്ന ആ സ്ഥലം കാണാം.
ചിരാദഹി മഹോത്സവം ആഘോഷിക്കപ്പെട്ടത് അവിടെയാണ്. പക്ഷെ പിന്നീട് ഇവിടെ എടുത്തു പറയുന്നത് പ്രഭുപാദര്, കാരണം ചൈതന്യ മഹാപ്രഭു നമ്മൾ കാരുണ്യ അവതാരമായിട്ട് കരുതപ്പെടുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിനെക്കാളും കൂടുതൽ കാരുണ്യവാനായിരുന്നു നിത്യാനന്ദ പ്രഭു. അതിന് ഉദാഹരണമാണ് ജഗായുധായി വധിക്കാനായിട്ട് പോകുമ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ തടുക്കുന്നത് നിത്യാനന്ദ പ്രഭുവാണ്. അപ്പൊ അവിടെ കാരുണ്യം വർഷിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് പ്രഭുപാദർ എടുത്തു പറയുന്നത്, കാരണം ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് അറിയണമെങ്കിൽ നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം വേണം. കാരണം നിത്യാനന്ദ പ്രഭു എന്ന് പറഞ്ഞാൽ ബലറാമാണ്, ആദി ഗുരുവാണ്. ഗുരുവിന്റെ അതായത് എല്ലാ ഗുരുക്കന്മാരും ബലറാമിന്റെ പ്രതിനിധിയായിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷെ പിന്നീട് നിത്യാനന്ദ പ്രഭു വിവാഹം കഴിയത് ജാനവ ദേവിയും വസുധ എന്ന് പറയുന്ന വസുധ ദേവിയും വിവാഹം കഴിക്കുകയും അതില് ഒരു പുത്രനും ഒരു പുത്രിയും ഉണ്ടായി. അതായത് പുത്രന്റെ പേര് വീരചന്ദ്രൻ, പുത്രിയുടെ പേര് ഗംഗാദേവി. പിന്നീട് അതിനുശേഷം വസുധ ഇഹലോവാസം പഠിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഈ ജാനവി ദേവിയാണ് പിന്നീട് കുട്ടികളെ പാലിച്ചു പോരുകയും പിന്നീട് അവര് വൈഷ്ണവ സമ്പ്രദായത്തിൽ തന്നെ സ്ത്രീകൾക്ക് പരമപ്രധാനമായ ഒരു സ്ഥാനം സ്ഥാപിക്കുകയും അവരെ ഗൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അവരുടെ ഒരു ഗുരുവിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് നിത്യാനന്ദ പ്രഭുവിന്റെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇവിടെ എടുത്തു പറയുന്നത് ഏകദേശം 75 പേരോളം എടുത്തു പറയുന്നുണ്ട്. അപ്പൊ ഈ ചൈതന്യ ചരിതാമൃതം എഴുതുന്നത് തന്നെ നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യമാണ്. നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യം കൊണ്ടാണ് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി ഈ ചൈതന്യ ചരിതാമൃതം തന്നെ എഴുതുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഇവിടെ വായിച്ചത് 32 ശ്ലോകമാണ് വായിച്ചത്. 33 മുതൽ വായിക്കണം. 33 മുതലാണ് വായിക്കാനുള്ളത്. ഓക്കെ പ്രഭു, താങ്ക് യു പ്രഭു, താങ്ക് യു. ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ട്, കാരണം അടുത്ത ഉത്സവം നടക്കുന്നു. പിന്നെ ഇല്ല, കുഴപ്പമില്ലായിരുന്നു പ്രഭു, കുഴപ്പമില്ലായിരുന്നു. ഇപ്പോഴാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇവിടെ നിർത്താം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ നിർത്താം. ഓക്കെ ബ്രോ, ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. താങ്ക് യു പ്രഭു, പ്രണാമം പ്രഭു. ഹരേ കൃഷ്ണ.